ദൈവമക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. നമ്മൾ വീണ്ടും ദൈവ വചന പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആദ്യമേ നൽകുവാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമില്ല, യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത്. അനേകം ഭാഗ്യവർണ്ണനകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. മറ്റനേകം ഭാഗ്യവർണ്ണനകൾ അല്ലെങ്കിൽ ഭാഗ്യ അന്വേഷികളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സംരംഭങ്ങൾ ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലോട്ടറിക്കാരനെ ശ്രദ്ധിച്ചാൽ ഭാഗ്യം 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 എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. ഇങ്ങനെ ഭാഗ്യത്തിന്റെ വർണ്ണനകൾ ഈ ലോകത്ത് ഒത്തിരിയുണ്ട്. പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കുക, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ദൈവത്തെ കണ്ടെത്താൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ടേ, ഒരു പരാശക്തി ഉണ്ടേ എന്നുള്ളത് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സൃഷ്ടാവിൽ നമ്മെ സൃഷ്ടിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഒരു പിതാവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവരാണ് ഭാഗ്യമുള്ളവർ. അപ്പൊ ഇത് എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരെ ഇങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അല്ലാതിരുന്നുവെങ്കിൽ എല്ലാവരും ഭാഗ്യവാന്മാരെന്ന് പറയണമായിരുന്നു. പക്ഷേ ഈ ആയുസ്സിൽ, ഈ കാലത്ത് എല്ലാവർക്കും ഇങ്ങനെ ഒരു ജീവനുള്ള ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. അത് പലരുടെയും അഭിമാന പ്രശ്നമാണ്. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് മോശമായൊരു കാര്യമായി ചിന്തിക്കുന്നവരാ. അങ്ങനെ ബഹുഭൂരിപക്ഷവും ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളത്, അവർ ഇങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ. കാരണം ആ ദൈവം ജനത്തിനു വേണ്ടി ഒരുക്കുന്ന മഹാ അനുഭവങ്ങളുണ്ട്. സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരാനിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ആ യഹോവയെ കണ്ടെത്താൻ സാധിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് ഇസ്രയേലിന് ദൈവം നൽകിയ കുറെ പ്രമാണങ്ങളെ സംബന്ധിച്ച, നിയമങ്ങളെ സംബന്ധിച്ച. ഏത് രാജ്യത്തിലും അതിൻ്റെ നിയമ സംഹിതകൾ ആവശ്യം. കാരണം നിയമമില്ലെങ്കിൽ ജനങ്ങൾ അവരുടെ സ്വൈര ജീവിതത്തിന് അത് വിഘാതമാകും. അപ്പൊ നിയമങ്ങൾ പാലിക്കുക വഴിയാണ് നമ്മുടെ ജനസമൂഹം സ്വൈരമായി ജീവിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇന്ന് ക്ലേശപൂർണമായി തീരുന്നത്. അതെല്ലാ വിധത്തിലുമുള്ള നിയമങ്ങൾ, നമ്മുടെ ആരോഗ്യപരമായിരിക്കുന്ന, ഭക്ഷണകരമായിരിക്കുന്ന, നമ്മുടെ ചിന്താകരമായി എല്ലാ കാര്യങ്ങളിലും ഉള്ള നിയമങ്ങൾ നമുക്ക് പാലിക്കാൻ സാധിക്കണം. ഇങ്ങനെയുള്ള ചില നിയമങ്ങളെ കുറിച്ചാണ് ഇസ്രയേൽ നൽകിയ നിയമങ്ങൾ. ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ, ഇത് വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ. ഈ ബൈബിളിന്റെ എഴുത്തുകാരൻ മറ്റാരുമല്ല, അത് ദൈവാത്മനിശ്വസ്തമാണ്. ദൈവമാണ്, യഹോവയാണ് ഇതിന്റെ പിന്നിലുള്ള എഴുത്തുകാരൻ എന്നുള്ളതിന്റെ വലിയ ഒരു ന്യായം കൂടിയാണ് ഇപ്രകാരമുള്ള നിയമങ്ങൾ ഈ പ്രാചീന കാലത്ത് നൽകപ്പെട്ടു എന്നുള്ളത്. പ്രാചീന കാലമെന്ന് ഞാൻ പറയുമ്പോൾ ക്രിസ്തുവിനും ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുൻപ് മോശ എഴുതി വെച്ചതാ ഈ പ്രമാണങ്ങൾ. വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാ പറയുന്നത്. ഈ 5 പുസ്തകങ്ങൾ മോശ എന്ന ദൈവ പുരുഷൻ എഴുതിയതാ. ഇസ്രയേലിന്റെ രക്ഷകനായ മോശ എഴുതിയതാ. ആ പുസ്തകങ്ങൾ എഴുതിയതാ. അത് ക്രിസ്തുവിനും 1500 വർഷങ്ങൾക്ക് മുമ്പാ. അപ്പൊ അത്രയും പ്രാചീനമായ കാലത്ത് ഇത്രയും ആധുനികമായിരിക്കുന്ന ചിന്താഗതികൾ അടങ്ങുന്ന ഒരു നിയമമാവലി ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത്, അതിൻ്റെ പിന്നിൽ ഒരു അദൃശ്യ കരമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകം ദൈവാസ്തിക്യത്തെ വിളിച്ചു പറയുന്ന ഒന്നാണ്. ദൈവാസ്തിക്യം വിളിച്ചു പറയുന്ന 2 ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന് ഈ പ്രകൃതിയാണ്. ഈ നിരീശ്വരവാദികൾ എത്ര ഉച്ചത്തിൽ, എത്ര ശബ്ദമുണ്ടാക്കി ദൈവമില്ല എന്ന് പറഞ്ഞാലും അത് ഒന്നും സാമാന്യ ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ വിലപ്പോകുന്നതല്ല. ഈ പ്രകൃതിയിലെ ഓരോ തുരുമ്പിലും തൂണിലും നമുക്ക് ദൈവത്തിന്റെ ഒരു വിശേഷ ബുദ്ധിയുള്ള ഒരു സൃഷ്ടാവിന്റെ കരവിരുത് കാണാൻ സാധിക്കും.
അതിൻ്റെ ഓരോ അംശങ്ങളും നാം എടുത്തു നോക്കുക. അതല്ല എൻ്റെ ഇന്നത്തെ വിഷയം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ പ്രകൃതി പോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന്റെ അസ്തിത്വം വെളിപ്പെടുത്തുന്നതാണ്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഈ നിയമങ്ങൾ, ഇന്നലെ നമ്മൾ കുറെ നിയമങ്ങളെ കുറിച്ച് ഇന്ന് 2 ദിവസമായി ചിന്തിച്ചു. ഏതാനും അനേകം നിയമങ്ങൾ ബാക്കി ചിന്തിക്കാനുണ്ടെങ്കിലും ഇന്നുകൂടി ആ ഒരു ഭാഗത്തേക്ക് കടന്നു വരികയാണ്. നമ്മൾ ചിന്തിച്ചു നിർത്തിയത് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? നിന്റെ മെയ്മേൽ ശരീരത്തിൽ പച്ച കുത്തരുത് എന്നുള്ളതാണ് അവിടെ നാം കണ്ടു നിർത്തിയത്. ഇന്ന് നാം കാണുന്നു ഇവിടുത്തെ നമ്മുടെ സെലിബ്രിറ്റികളായിട്ടുള്ള എല്ലാവരും അവർ ചെയ്യുന്ന ശരീരം മുഴുവൻ പച്ച കുത്തുകയാണ്. ദൈവം നൽകിയ മനോഹരമായ ഈ ശരീരത്തെ പച്ച കുത്തി വികൃതമാക്കുന്നത്, അതാണ് സൗന്ദര്യമെന്ന് ചിന്തിക്കുന്നവർ. എന്തുകൊണ്ടാ പച്ച കുത്തരുതെന്ന് പറഞ്ഞത്? അത് ഈ ക്യാൻസറുകളൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ അടുത്ത കാലത്തല്ലേ. എന്നാൽ അതിനോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇപ്രകാരം ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇപ്രകാരമുള്ള പച്ച കുത്തുകളിലേക്ക് നയിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആരോഗ്യപരമായ ഒരു കാരണമാണ്. അത് ദൈവം മനസ്സിലാക്കിക്കൊണ്ടാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് അനേകരും അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. എന്നിട്ട് അടുത്തായിട്ട് പറയാം, ഞാൻ യഹോവയാകുന്നു, ദേശം വേശ്യാവൃത്തി ചെയ്ത് ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കേണ്ടതിന് നിന്റെ മകളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. നമുക്കറിയാം, വേശ്യാവൃത്തി ഇന്ന് രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ. വീണ്ടും പറയുക, വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുതേ. ഇപ്പൊ വേശ്യാവൃത്തി നിരോധിക്കുന്ന ഒരു കാരണം കൂടെ പറയാം. നമുക്കറിയാം, അടുത്ത കാലത്തുണ്ടായ മാരകമായിരിക്കുന്ന ഒരു അസുഖമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണ് എയ്ഡ്സ് ഉണ്ടാകുന്നത്? വേശ്യാവൃത്തിയിൽ നിന്നുണ്ടാകുന്നു എന്നാണ് എയ്ഡ്സ്. അപ്പൊ മനുഷ്യനെ ഇത്ര മാരകമായ ഒരു രോഗം, HIV ഉള്ള രോഗങ്ങൾക്ക് അടിമകളാക്കുന്ന, അവരെ ഇരകളാക്കുന്ന ഒരു മാരക രോഗമാ ഈ വേശ്യാവൃത്തിയിൽ നിന്ന് ഉളവാകുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ വേശ്യാവൃത്തി ചെയ്യരുതേ എന്ന്. അപ്പൊ ഇന്ന് വേശ്യാവൃത്തിക്ക് പോകുന്ന അനേകരും ഈ മാരക രോഗങ്ങൾക്ക് അടിമകളായി, അതിൻ്റെ ഉടമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ വാക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവരുടെ ജീവിതം അവർക്ക് ധന്യമാക്കി തീർക്കുവാൻ സാധിക്കുമായിരുന്നു. വീണ്ടും പറയാ, നിങ്ങൾ വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വിശദമായി ചിന്തിച്ചതാ. വീണ്ടും പറയാ, നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. നോക്ക, മറ്റുള്ളവരെ, പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ ചെറിയ തലമുറകൾക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതാ. മാതാപിതാക്കളെ ബഹുമാനമില്ല, പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനമില്ല, അധ്യാപകരെ ബഹുമാനിക്കുന്നില്ല. നോക്കുക, അടുത്ത ദിവസം തന്നെ നമ്മൾ TV-യിൽ ഒരു വാർത്ത കണ്ടു. ഒരു അധ്യാപകന്റെ മുൻപിലിരുന്ന് +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മുഴക്കുന്ന ആ ഭീഷണിയുടെ ശബ്ദം നമ്മൾ കേട്ടില്ലേ? കുറെ കാലങ്ങൾക്ക് മുമ്പ് അധ്യാപകരെ നാം എത്ര ബഹുമാനപൂർവം ആ അധ്യാപകരുടെ മുമ്പിൽ നിന്നിരുന്നു. ഉറക്കെ ഉച്ചത്തിലൊന്ന് സംസാരിക്കാൻ പോലും അവരുടെ മുമ്പിൽ നാം മടിച്ചിരുന്നു, അവരെ ബഹുമാനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം മാറിപ്പോയി. അത് നമ്മുടെ സമൂഹത്തിന്റെ ജീർണാവസ്ഥയെ കാണിക്കുന്നത്. അതുകൊണ്ട് പറയുക, നിങ്ങൾ നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കണം, വൃദ്ധന്റെ മുഖം ബഹുമാനിക്കണം. പിന്നെ വീണ്ടും പറയുക താഴെ, നിങ്ങൾ ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുതേ. ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ന്യായവിസ്താരം എന്തിനു വേണ്ടിയാ? ന്യായമായ വിധി നടത്തുവാൻ വേണ്ടിയാ. അവിടെ ന്യായമല്ലാതെ പോയാൽ ഒരുത്തൻ നീതി കിട്ടേണ്ടവൻ നീതി കിട്ടാതെയായി പോകും. പിന്നെ ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതാ പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ അളവ് സാമഗ്രികളെല്ലാം കൃത്യത ഉള്ളതായിരിക്കണം. നമുക്കറിയാം, ഇന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് നമുക്കിവിടെ ഈ
ഒരു ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയുണ്ട്. നമ്മുടെ സ്കെയിലുകൾ, നമ്മുടെ അളവ് സാമഗ്രികളൊക്കെ അത് കൃത്യസമയങ്ങളിൽ പരിശോധിച്ച് അതിൻ്റെ കൃത്യത വിലയിരുത്താൻ വേണ്ടി ഉള്ള ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയാ, എന്ത് ചെയ്യണം? നീ അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടാകണം. ഇത് ഒന്നുകൂടി ഇതിന്റെ ഒരു വിശദീകരണം നമുക്ക് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കും. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ പറയുക, അതിന്റെ 13-ാം വാക്യം, നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ 2 തരം പടിയുണ്ടാകരുത്. കാരണം എന്താ പറയാം? നിന്റെ വീട്ടിൽ മുറുക്കവും ഇളപ്പവുമായ 2 തരം പറയും ഉണ്ടാകരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോടിരിക്കേണ്ടതിന് നിന്റെ പടിയൊത്തതും ന്യായമായതുമായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും. അപ്പൊ നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ 2 തരം പടികൾ ഉണ്ടാകരുത്. കാരണം നാം സാധനം വാങ്ങാൻ ഉപയോഗിക്കുന്നു മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ തൂക്കം കൂടിയ പടി നാം ഉപയോഗിച്ചാൽ എന്തു പറ്റും? നമുക്ക് ലഭിക്കുന്ന സാധനത്തിന്റെ അളവ് കൂടുതലായിരിക്കും. നാം തിരിച്ച് അങ്ങോട്ട് അവൻ അളന്നു കൊടുക്കുമ്പോഴോ കുറഞ്ഞ പടിയാണെങ്കിലോ നാം ഉപയോഗിക്കുന്നെങ്കിൽ അവന് കൊടുക്കുന്ന സാധനത്തിന്റെ അളവ് കുറഞ്ഞിരിക്കും. അപ്പൊ ഇപ്രകാരം അങ്ങോട്ട് കൊടുക്കാൻ ഒരു തരത്തിലുള്ള പടിയും ഇങ്ങോട്ട് വാങ്ങാൻ മറ്റൊരു പടിയും. ഇത് തന്നെ ആ പറയുടെ കാര്യത്തിലും. പറയെന്ന് പറയുന്നത് എന്താണെന്ന് ഇന്ന് പലർക്കും നിശ്ചയമുണ്ടാകില്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൊയ്ത്ത് കാലത്ത് ഗോതമ്പിന്റെയോ നെല്ലൊക്കെ അളന്നെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു അളവ് പാത്രമാണത്. അപ്പൊ ഇങ്ങനെയുള്ള അളവ് പാത്രം നാം കൊയ്യുന്നവൻ കൃഷിക്കാരന്റെ അടുത്ത് നിന്ന് നാം അളന്നിങ്ങോട്ട് വാങ്ങുന്നു. അവൻ എത്രയാണ് അവൻ മെതിച്ചുണ്ടാക്കിയത്, അത് വലിപ്പമേറിയ പറ കൊണ്ട് വാങ്ങുന്നു. തിരിച്ച് നമ്മൾ അവന് കൂലി കൊടുക്കുന്നത് അവൻ അളന്ന് നൽകിയ ആ ധാന്യത്തിന്റെ അളവിൽ കൊടുക്കുമ്പോൾ അത് നാം അങ്ങോട്ട് ഇടങ്ങഴി കൊണ്ട് അളന്നു കൊടുക്കുന്നത്. അത് ചെറിയ അളവിലുള്ള ഇടങ്ങഴിയാണെങ്കിൽ അവന് കൊടുക്കുന്ന അളവ് കുറഞ്ഞു പോകും. നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങോട്ട് വാങ്ങാൻ വലിയ പറയും, അങ്ങോട്ട് കൊടുക്കാൻ ചെറിയ ഇടങ്ങഴിയുമായി നമ്മൾ നിൽക്കരുതേ. എത്ര കൃത്യമായി ദൈവം അവിടെ നമ്മളെ ബോധവൽക്കരിക്കുന്നു. നമ്മളുടെ നീതി എന്താണ് എന്നുള്ളത് നമ്മളെ ബോധവൽക്കരിക്കുക ദൈവം. നോക്കുക, ഇതിനേക്കാൾ ഏറെ മനുഷ്യനെ സത്യസന്ധതയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മറ്റ് എന്ത് ഘടകങ്ങളാ ഉള്ളത്? നമ്മൾ അന്ന് നടന്നിരുന്ന ഈ ന്യായവിസ്താര സഭകളുണ്ട്. ഇവിടുത്തെ ഒരു ജനാധിപത്യത്തിന്റെ സ്വഭാവം അന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്ക. അവർ എല്ലാ ജനത്തിനും സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. എന്താ പറഞ്ഞു? അപ്പൊ ജനത്തിന്റെ കാര്യങ്ങൾക്ക് ന്യായവിസ്താരം നടത്തുവാൻ അവരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി 10, 50, 100, 1000 ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഓരോ ന്യായാധിപന്മാരെ ആക്കി വെക്കുക. അവരെങ്ങനെയുള്ളവരായിരിക്കണം? ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാർ. അങ്ങനെ നിയമിക്കപ്പെടുന്നവർ അവർ ദുരാദായം വെറുക്കുന്നവരായിരിക്കണം, ദൈവഭക്തിയുള്ളവരായിരിക്കണം, സത്യവാന്മാരായിരിക്കണം. അങ്ങനെയുള്ളവരെയാ ഈ കാര്യം ഏൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് അപ്പൊ ഒരു തിരഞ്ഞെടുത്താക്കുകയാ. ഒരു തിരഞ്ഞെടുപ്പിന്റെ അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ വിശദമാക്കി കാണാൻ സാധിക്കും. അവിടെ പറയാം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപന്മാരെയും പ്രമാണികളെയും നിയമിക്കണം.
അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം, ന്യായം മറിച്ചു കളയരുത്. അപ്പൊ ഈ ന്യായാധിപന്മാർക്കുള്ള ഒരു നിർദ്ദേശങ്ങളാ, മാർഗനിർദ്ദേശം കൊടുക്കുകയാ. അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം, ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. കാരണം സമ്മാനം ജ്ഞാനികളുടെ കണ്ണു കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യുന്നു. ഇതാണ് കാര്യം. നോക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ആനുകാലിക അനുഭവങ്ങളിൽ അത് വളരെ പ്രകടമായി കാണുന്ന ഒന്നല്ലേ. ഇപ്രകാരം നീതി വ്യവസ്ഥയെ മറിച്ചു കളയുവാൻ തക്കവണ്ണം എന്തുമാത്രം അനീതികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തതാ. ഇത് മറ്റ് എല്ലാ ജനങ്ങൾക്കും ബാധകമാണ്. ഇങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കാൻ നമ്മുടെ ജനങ്ങൾ തയ്യാറാണെങ്കിൽ ഈ നമ്മുടെ സമൂഹം എത്ര നന്നായി പോകുമായിരുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ. മറ്റൊന്ന് കാണുകയാണ്, മറ്റൊരു വസ്തുത നോക്കുക. നമുക്ക് ഈ ബലി അല്ലെങ്കിൽ യാഗമർപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു ഇസ്രായേലിനിടയിൽ. അത് നാം കാണുന്ന ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിലാണ്. അവിടെ പറയുകയാണ്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തന്റെ സന്തതിയിൽ ഒന്നിനെ മോളോക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പൊ ആരാണ് ഈ മോളോക്ക്? ഇത് യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുക. ഈ മോളോക്ക് എന്ന് പറയുന്ന ഒരു ദേവൻ, അതൊരു ജാതീയ ദേവനാണ്. ഈ ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ ബലി കൊടുത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് ഇസ്രയേലും അത് അനുവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ദേവന്റെ രൂപം എന്താ? ഇത് ലോഹത്തിൽ തീർത്ത അകം പൊള്ളയായ ഇരു കൈകളും നീട്ടിപ്പിടിച്ച രൂപത്തിലുള്ള ഒരു ലോഹ വിഗ്രഹം. ഈ ലോഹ വിഗ്രഹത്തിന്റെ ഉള്ളിൽ പൊള്ളയായിരിക്കുന്ന ഉള്ളിൽ തീയിട്ട് ഈ വിഗ്രഹത്തെ ഒരു ചൂള പോലെ ആക്കി മാറ്റും. അതിനെ ചുട്ടു പഴിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഈ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് മാതാപിതാക്കൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വെച്ചു കൊടുക്കുകയാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ, എത്രയോ ഭീതിജനകമായിരിക്കുന്ന ഒരു സംഭവം, ഒരു കാഴ്ചയാവിടെ. ഇതെന്റെ മനസ്സിൽ തോന്നിയിട്ട് പോലുമില്ല എന്നാ ദൈവം പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളെ അഗ്നിക്കിരയാക്കുന്ന പ്രവൃത്തി ഏറ്റവും നിഷ്ഠൂരമാണ്, ക്രൂരമാണ്. എങ്കിൽ ദൈവം ഈ പാപികളെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നിത്യകാലം അഗ്നി നരകത്തിലിട്ട് ദഹിപ്പിക്കും. ഇങ്ങനെയുള്ള നീതിമാനായ ദൈവം, സ്നേഹവാനായ ദൈവം എന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ, അവരുടെ ആ പഠിപ്പിക്കലുകൾക്ക് എത്ര യുക്തിയുണ്ട്, എത്ര സത്യമുണ്ട് അതിൽ പ്രിയമുള്ളവരെ. ആ വിഷയം ഞാൻ ഇതിനെ സംബന്ധിച്ച് അടുത്ത ദിവസം കൂടുതൽ പ്രതിപാദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ വിടുകയാണ്. ഇനി മറ്റൊന്ന്, ഈ നമുക്ക് കോവിഡൊക്കെ വന്നു. ഈ കോവിഡിന്റെ കാലത്ത് നമുക്ക് അറിയാം, ക്വാറന്റൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാടുണ്ടായി. കോവിഡ് ബാധിതരെ സമൂഹത്തിൽ നിന്നും മാറ്റി അവരെ ഒറ്റപ്പെടുത്തി, അവരെ അങ്ങനെ ഏതെങ്കിലും ഒറ്റയ്ക്കുള്ള ഒരു താമസം അവർക്ക് ഒരുക്കുകയാണ്. ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന ഏർപ്പാട് ഇസ്രയേലിൽ ഉണ്ടായ സംഭവമാണ്, ഉണ്ടായ കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയൊക്കെ ഇത്രയേറെ പുരോഗമിച്ചു. അന്നേരം പറയുന്നത് ക്വാറന്റൈനൊക്കെ നമുക്ക് ആവശ്യമാണെന്ന്. എങ്കിൽ ആ കാലത്ത് ഇങ്ങനെ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. നമ്മൾ ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൽ നോക്കുക. ആ 13-ാം അധ്യായം മുഴുവൻ നിങ്ങൾ നോക്കണം. ഇവിടെ ഒരു കുഷ്ഠരോഗിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോന്റെ അടുക്കലോ പുരോഹിതനായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തിന്റെ അടുക്കലോ കൊണ്ടുവരണം. പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കണം, വടുവിനകത്തുള്ള രോമം അത് നിൽക്കട്ടെ, അങ്ങനെ പോവുക. എന്നിട്ട് ആ ലക്ഷണമുള്ളവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. അപ്പൊ അങ്ങനെ ഈ കുഷ്ഠത്തിന്റെ ലക്ഷണമുള്ളവനെ 7 ദിവസത്തേക്ക് ക്വാറന്റൈനിലാക്കണം. ഇതാ പറഞ്ഞത്. അപ്പൊ ഇത് ഈ അതിപുരാതന കാലത്ത് ഇങ്ങനെ ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു
രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ രോഗം പടരാതിരിക്കാൻ ഉള്ള ഒരു മാർഗം അന്ന് കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ആധുനിക നമ്മുടെ ശാസ്ത്ര ലോകത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഇത് വലിയ മുതൽക്കൂട്ടായി ഈ കാഴ്ചപ്പാടുകൾ. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക്, ഞാൻ സമയ പരിമിതികൾ കൊണ്ട് ഇനി അനേകം വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ഇവിടെ ഉണ്ട്. നിയമങ്ങളെ സംബന്ധിച്ച് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ പറയുകയാണ്. ഒരു മൃഗത്തെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, കാള അതിനെ മെതിക്കുമ്പോൾ അതിന് മുഖക്കട്ട കെട്ടരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. മൃഗങ്ങളെയും കരുതുന്ന, മൃഗങ്ങൾക്ക് വേണ്ടിയും കരുതുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. കാരണം എന്താ? അവൻ അധ്വാനിക്കുക. മെതിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ രീതിയല്ല. അത് കാളയെ കൊണ്ടാണ് ഈ ഗോതമ്പൊക്കെ കറ്റകൾ മെതിച്ചെടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ അവൻ മെതിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരല്പം ഗോതമ്പ് അവൻ കഴിക്കാതിരിക്കാൻ വേണ്ടി അവന്റെ മുഖത്ത് മാസ്ക് വെച്ച് കെട്ടാൻ പാടില്ല. അതാണ് ആ മുഖക്കൊട്ട എന്ന് പറയുന്നത്. ആ മൃഗത്തിനു വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഇനി വീണ്ടും പറയാം, അതിന്റെ 23-ാം അധ്യായം ആവർത്തന പുസ്തകം, കൂട്ടുകാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരിപ്പഴം തൃപ്തിയാകുമെണ്ണം നിനക്ക് തിന്നാം, എങ്കിലും നിന്റെ പാത്രത്തിലിടരുത്. നോക്കുക. അതുപോലെ തന്നെ പറയുക, വിളഭൂമിയിൽ കൂടെ പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം, എങ്കിലും കൂട്ടുകാരന്റെ വിളവിൽ അരിവാൾ വെക്കരുത്. എന്തുകൊണ്ടാ? നിന്റെ വിശക്കുന്നുവെങ്കിൽ, യേശു വിളഭൂമിയിൽ കൂടെ കടന്നുപോയപ്പോൾ കതിർ പറിച്ച് തിന്നു എന്ന് യേശു നമുക്ക് സുവിശേഷത്തിൽ വായിക്കാൻ സാധിക്കില്ലേ? അപ്പൊ അവന്റെ കൂട്ടുകാർ തിന്നപ്പോൾ അവരെ പരീശന്മാരിത് ശബത്ത് നാളിലാ തിന്നത് എന്ന് പറഞ്ഞ് പരിഹസിച്ചല്ലേ, അപമാനിച്ചില്ലേ? ഇവിടെ പറയുക, നിന്റെ കൂട്ടുകാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരിപ്പഴം തിന്നാം. ഇപ്പൊ നിന്റെ വിശപ്പിന് അടക്കുവാൻ തക്കവണ്ണം കൂട്ടുകാരൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണെങ്കിലും നിനക്ക് ഉപയോഗിക്കാം. വിശപ്പാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അവൻ അടക്കുവാൻ വയ്യാത്ത, അവന്റെ ജീവൻ നിലനിർത്താൻ അവനെ സഹായിക്കുന്ന ഒരു സ്വഭാവമാണ് വിശപ്പെന്നുള്ളത്. അവന്റെ ഒരു വികാരമാണ് ആ വിശപ്പെന്നുള്ളത്. അത് തടയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ പറിച്ച് നിന്റെ പാത്രത്തിലിടരുത്. അത് നിന്റെ കൂട്ടുകാരൻ അധ്വാനിച്ചുണ്ടാക്കിയ വിളവാ. അത് നിന്റെ ഇഷ്ടപ്രകാരം പറിച്ചു കൊണ്ടുപോയി അത് വ്യാപാരം ചെയ്ത് ജീവിക്കാമെന്നൊന്നും ചിന്തിക്കണ്ട. നിനക്ക് വിശക്കുന്നുവെങ്കിൽ നിനക്കത് ഭക്ഷിക്കാം. പക്ഷെ അത് നീ മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യാനോ അതുകൊണ്ട് കച്ചവടം നടത്താനോ നിനക്ക് ഉപയോഗിക്കാൻ പാടില്ല. കൂട്ടുകാരന്റെ വിളഭൂമിയിൽ കൂടെ പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിച്ച് തിന്നാം, നിനക്ക് വിശക്കുന്നുവെങ്കിൽ. പക്ഷേ അരിവാൾ അവന്റെ വിളവിൽ വെക്കരുത്. ചൂടോടെ കൊയ്തെടുത്തു കൊണ്ടുപോയാൽ അതിന്റെ ലക്ഷ്യം വേറെയാ. ഇങ്ങനെ നമുക്ക് നീതിയുടെ വഴികൾ കാണാൻ സാധിക്കും. ഞാൻ ഇനി വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ഈ മത്തായിയുടെ സുവിശേഷത്തിലേക്കൊന്ന് കടന്നു പോവുക. അവിടെ യേശു നടത്തുന്ന 5, 6, 7 അധ്യായങ്ങളിൽ യേശുവിന്റെ ഗിരിപ്രഭാഷണമുണ്ട്. അവിടെ യേശു പറയുന്ന കുറെ പ്രസ്താവങ്ങളുണ്ട് യേശുവിന്റെ. നമ്മളൊന്ന് ചിന്തിക്കുക. 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം പറയാ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. നോക്കുക. അപ്പൊ എന്താണ് സ്നേഹം? നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാന പ്രമാണമായി മാറ്റണം എന്നുള്ളതാ. അത് ദൈവരാജ്യത്തിന്റെ ബാക്ക് ബോണായിരിക്കും ആ സ്വഭാവവിശേഷം. അവിടെ പറയും, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതുകൊണ്ടുണ്ടാവുന്ന പ്രയോജനം എന്താ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരേണ്ടതിനാണ്. അല്ലാതെ നമ്മൾ നടത്തുന്ന നേർച്ച കാഴ്ചകൾ, ശത്രു നമ്മുടെ അയൽക്കാരനെ ദ്രോഹിച്ചതിന് ശേഷം, മറ്റൊരുവനെ ശത്രുവായി കണ്ടതിന് ശേഷം നമ്മൾ നടത്തുന്ന ഒരു യാഗങ്ങളും ദൈവസന്നിധിയിൽ അത് അംഗീകാരയോഗ്യമല്ല. നമ്മൾ ഏതെല്ലാം പദയാത്രകൾ നടത്തിയാലും, ഏതെല്ലാം വിശുദ്ധന്മാരുടെ കബറിടങ്ങളിലേക്ക് വെയിലും മഴയും കൊണ്ട് പദയാത്രകൾ നടത്തിയാലും അതുകൊണ്ടും ഒന്നും ദൈവം പ്രസാദിക്കുകയില്ല. നിങ്ങൾക്കൊന്നും ദൈവത്തിന്റെ പുത്രന്മാരായി തീരാൻ സാധിക്കുകയില്ല.
പിന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവമാണ് അവിടെ. ഈ ആയുസിൽ നീതിമാന്മാരും നീതികെട്ടവരുമായി, ദൈവത്തെ അനുസരിക്കാത്തവരും അനുസരിക്കുന്നവരുമായി രണ്ട് വിഭാഗങ്ങളുണ്ട്. പക്ഷെ ദൈവം ആ വേർതിരിവ് അവിടെ കാണിക്കുന്നില്ല. അവൻ നീതികെട്ടവനെ നീതിയിലേക്ക് കൊണ്ടുവരുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടെന്താ, ദൈവത്തിന്റെ സ്നേഹം അവൻ മനസ്സിലാക്കണം. അവന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്ക, എങ്കിൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. അപ്പോൾ നീതികെട്ടവന്റെ മേൽ ദൈവത്തിന്റെ മഴ പെയ്യിക്കുമ്പോൾ ഈ ദൈവം എനിക്ക് മഴ തന്ന ദൈവത്തെ സ്നേഹിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആ പ്രവൃത്തി അവനെ പ്രചോദിപ്പിക്കുമെന്നുള്ളതാ. അപ്പൊ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവന്റെ മഴയെ പെയ്യിക്കുന്നു. പറയാം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്തു വിശേഷം? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സൽഗുണപൂർണരാകാൻ സാധിക്കുന്നത്? ശത്രുക്കളെ സ്നേഹിക്കുമ്പോഴാ. നീ നമ്മളോട് ദ്രോഹം ചെയ്യുന്നവരോടും നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുമ്പോഴാ. യേശു മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഒരുവൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അത് നീ ആദ്യം അവന് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 6-ാം അധ്യായത്തിൽ പറയുക, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഇതാ പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ പിഴവുകളും ക്ഷമിച്ചു കിട്ടും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുക, നീ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരനു നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചേ ഒന്നാമതി എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. കണ്ടോ, സഹോദരനോട് കൊള്ളുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു മനസ്സ് നാം വളർത്തുന്നില്ല എങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു യാഗത്തിനും ഒരു വഴിപാടുകൾക്കും അതിന് ദൈവത്തിന്റെ മുമ്പിൽ യാതൊരു വിലയുമില്ല. എന്നിട്ട് പറയാ, നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്തെറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകം ഇത് പറയാൻ കാരണം, പലരും വിശ്വസിക്കുന്നത് നാം ഒരു നിത്യ നരകത്തിനാണ് പാപികൾ വിധിക്കപ്പെടുന്നത്. ഇത് യേശു ഇങ്ങനൊരു നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഉള്ള യേശുവിന്റെ വാക്കുകളുടെ ചുവട് പിടിച്ച. അതുകൊണ്ട് നാളെ ഈ ഒരു വിഷയം എന്താണ് ഈ നരകം എന്നുള്ളത്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടന്മാരെ ഇപ്രകാരം എക്കാലത്തേക്ക് നിത്യകാലത്തേക്ക് നരകത്തിലിട്ട് നിന്ദിപ്പിക്കുകയാണോ ദൈവത്തിന്റെ ലക്ഷ്യം? അതാണോ നീതിമാനും സ്നേഹവാനും ജ്ഞാനിയുമായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അതാണോ എന്ന് വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളുടെ സഹായത്തോടെ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, ആ ഒരു വിഷയത്തിലേക്ക് വരണം. അതിനുവേണ്ടിയാണ് ഈ കാര്യം ഇന്നിവിടെ ഉദ്ധരിച്ചത്. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നാളെ വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ താഴ്മയോടെ എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു.